വിദേശത്ത് പോയിട്ട് MBBS പഠിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രാക്ടിക്കൽ നോളജോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്കില്ലോ ഒന്നും നമുക്ക് കിട്ടത്തില്ല എന്ന് നമ്മുടെ നാട്ടിൽ പലരും പദം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവൂല്ലേ. പക്ഷേങ്കില് വിദേശത്ത് നല്ല ക്ലിനിക്കൽസ് ലഭിക്കുന്ന രാജ്യങ്ങളും അത് കൂടാണ്ട് ഒട്ടും ക്ലിനിക്കൽസ് ലഭിക്കാത്ത രാജ്യങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ നല്ലതും മോശവുമായ മെഡിക്കൽ കോളേജുകൾ വിദേശത്തും ഉണ്ട്. സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തില് അവിടെ ലഭിക്കുന്ന ഒരു ക്ലിനിക്കൽ എക്സ്പ്ലോഷർ എങ്ങനെയാണ്, അത് കൂടാണ്ട് ഏറ്റവും മികച്ച ക്ലിനിക്കൽ ലഭിക്കുന്ന ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഏതായിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ മിസ്സാവാണ്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ ഉസ്ബെക്കിസ്ഥാന്റെ ഒരു ജിയോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പഠന വിധേയമാക്കിയിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലെ ടോട്ടൽ പോപ്പുലേഷൻ എങ്ങനെയാണ് ഒക്കുപൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ പ്രോപ്പർലി പഠിച്ചതിന് ശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ കറന്റ്ലി നമ്മളിപ്പോൾ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് 14 ഡിസ്ട്രിക്ട്സ് ആണുള്ളത് അല്ലെ, 14 ജില്ലകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുനിന്നും കൊല്ലത്തുനിന്നും ഒക്കെ ഉള്ള പേഷ്യൻസ് വരും അല്ലെ. സോ നമ്മളിപ്പോ ഒരു മെഡിക്കൽ കോളേജിന് എത്രത്തോളം പേഷ്യൻസ് ലഭിക്കും എന്നുള്ളൊരു കാര്യം നോക്കുന്ന സമയത്ത് ആ ഒരു റീജിയനിൽ, അതായത് 40 to 50 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 60 to 70 കിലോമീറ്റേഴ്സ് ആ ഒരു റേഡിയസിൽ എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഇതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു മെഡിക്കൽ കോളേജിന് എത്രമാത്രം ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മളിന്ന് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മെയിനായിട്ട് ചൂസ് ചെയ്യുന്ന 5 സിറ്റികളിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ തഷ്കന്റിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എത്രമാത്രം ക്ലിനിക്കൽ കിട്ടും എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. ദെൻ ആൻഡിജാൻ നോക്കുന്നുണ്ട്, ബുഖാര നോക്കുന്നുണ്ട്, ഫർഗാന നോക്കുന്നുണ്ട്, സമർഖണ്ഡ് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 സിറ്റീസിൽ പ്രോപ്പറായിട്ട് എങ്ങനെ ക്ലിനിക്കൽ കിട്ടും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എടുക്കുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ടോട്ടലായിട്ട് 12 റീജിയൻസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ടോട്ടലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു 12 റീജിയനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 റീജിയൻസ് ആണ് തഷ്കന്റ്, ആൻഡിജാൻ, ബുഖാര, ഫർഗാന ആൻഡ് സമർഖണ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓരോ റീജിയൻസിലും ടോട്ടലായിട്ട് എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യവും അത് കൂടാണ്ട് ഇവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്ര ഉണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ക്ലിനിക്കൽസ് കിട്ടുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇതിൽ നമ്മൾ തഷ്കന്റിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഷ്കന്റില് ഏകദേശം ഇതിപ്പോ 2015 കണക്കുകളാണുള്ളത്. കറന്റ്ലി 2025 കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 2024 കണക്കുകൾ എടുക്കുകയാണെങ്കിൽ തഷ്കന്റിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 ലക്ഷമാണെന്നുള്ളത് തഷ്കന്റിന്റെ ടോട്ടൽ പോപ്പുലേഷൻ വരുന്നത്. ഓക്കെ, ഇനി തഷ്കന്റിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 327 സ്ക്വയർ കിലോമീറ്റർ ആണ് തഷ്കന്റിന്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ 327 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു എത്ര റേഡിയസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 19 കിലോമീറ്റർ റേഡിയസിനകത്താണ് ടോട്ടലായിട്ട് നമുക്ക് എന്തുള്ളത് എറൗണ്ട് 30 ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ തഷ്കന്റിലെ ഒരു റൂറലും അത് കൂടാണ്ട് അർബൻ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 30% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വില്ലേജസിൽ താമസിക്കുന്ന ആൾക്കാരും ഏകദേശം ഒരു 70% ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ സിറ്റീസിൽ താമസിക്കുന്ന ആൾക്കാരുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എൻ്റെ ഉസ്ബെക്കിസ്ഥാൻ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റി തഷ്കന്റ് ആണ്. തഷ്കന്റില് ടോട്ടൽ ആയിട്ട് 3 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും 6 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ കറന്റ്ലി ഈ ഒരു 3 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, അതായത് തഷ്കന്റ് മെഡിക്കൽ അക്കാഡമി, തഷ്കന്റ് ഡെന്റൽ അക്കാഡമി, തഷ്കന്റ് പീഡിയാട്രിക്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 മെഡിക്കൽ കോളേജുകളെ മെർജ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ മെഡിക്കൽ കോളേജ് ആക്കേണ്ട പ്രോസസ് ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാണ്ട് പിന്നെ എന്തുണ്ട്, 6 പ്രൈവറ്റ് കോളേജുകളുമാണ് എന്തുള്ളത് തഷ്കന്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ 30 ലക്ഷം പോപ്പുലേഷൻ ഉണ്ട്, ഏകദേശം 19 കിലോമീറ്റർ റേഡിയസ് ആണ് വരുന്നത്. ഏകദേശം 70% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സിറ്റിക്കുള്ളിലാണ് താമസിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ തഷ്കന്റിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
ഇത് നമ്മൾ ആന്റിജാന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആന്റിജാനിൽ നമുക്ക് ടോട്ടലായിട്ട് 2022 കണക്കുകൾ പ്രകാരം നമ്മുടെ ഗൂഗിളിലെ വിക്കിപീഡിയ തന്നെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 32.5 ലക്ഷമാണ് ആന്റിജാന്റെ ടോട്ടൽ പോപ്പുലേഷൻ വരുന്നത്. ഓക്കെ, മെയിനായിട്ട് വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആന്റിജാന്റെ ടോട്ടൽ വിസ്തൃതി എന്ന് പറഞ്ഞാൽ ഏകദേശം 4303 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. സോ അതിന്റെ ഒരു റേഡിയസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 65 കിലോമീറ്റർ റേഡിയസിലാണ് എന്തുള്ളത് ആന്റിജാൻ എന്ന് പറയുന്ന എന്താണ് ആ ഒരു റീജിയൻ പരന്ന് കിടക്കുന്നത്. ഏകദേശം 65 കിലോമീറ്റർ റേഡിയസിലാണുള്ളത്. അവിടെ ഏകദേശം 32 ലക്ഷം പോപ്പുലേഷൻ ഉണ്ട്. ഇനി നമ്മുടെ ആന്റിജാനിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ആന്റിജാനിൽ ഏകദേശം ഒരു 70% ആൾക്കാർ റൂറലിൽ ജീവിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഏകദേശം 30% എന്ന് പറഞ്ഞാൽ അർബൻ പോപ്പുലേഷൻസ് ആണ്. ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് 2 മെഡിക്കൽ കോളേജുകളാണ് എന്തുള്ളത് ആന്റിജാനിലുള്ളത്. അതിൽ ഒരു മെഡിക്കൽ കോളേജ് ഗവൺമെന്റ്, പിന്നെ അടുത്ത മെഡിക്കൽ കോളേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റുമാണ്. ഓക്കെ, ദെൻ നമുക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു റീജിയൻ വരുന്നതെന്ന് പറഞ്ഞാൽ ബുഖാര എന്ന് പറഞ്ഞൊരു റീജിയൻ ആണ്. ഓക്കെ, സോ അപ്പൊ ബുഖാര എന്ന് പറഞ്ഞൊരു റീജിയനിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എൻ്റെ ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ ഇന്നിപ്പോ ഇന്ത്യൻ സ്റ്റുഡൻസ് പോയിട്ട് പഠിക്കുന്ന സിറ്റികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിപ്പം കൂടിയ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഖാര എന്ന് പറഞ്ഞ റീജിയൻ ആണ്. ബുഖാരയുടെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ ഏകദേശം 41,937 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് എന്ത് വരുന്നത് ബുഖാരയുടെ വലിപ്പം വരുന്നത്. ഓക്കെ, അത് കൂടാണ്ട് നമ്മുടെ ബുഖാരയിൽ അസ്പർ 2022 വരെയുള്ള പോപ്പുലേഷൻസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 20 ലക്ഷമാണ് ബുഖാരയുടെ പോപ്പുലേഷൻ വരുന്നത്. 19 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ് ടോട്ടലായിട്ട് ബുഖാരയുടെ പോപ്പുലേഷൻ വരുന്നത്. അതിൽ 63% ആൾക്കാർ റൂറലിൽ ജീവിക്കുന്ന ആൾക്കാർ, 37% ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിറ്റീസിൽ ജീവിക്കുന്ന ആൾക്കാരുമാണ്. അവിടെ നമുക്ക് ടോട്ടലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 4 മെഡിക്കൽ കോളേജസ് ആണ് നമുക്ക് ടോട്ടലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേ കാര്യം നമ്മളിപ്പോ ഫർഗാന എന്ന് പറയുന്ന റീജിയനിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫർഗാനയിൽ നമുക്ക് ടോട്ടലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 40 lakhs ആണ് ഫർഗാന റീജിയന്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 40,14,000 ആണ് ഫർഗാന റീജിയന്റെ 2023 കണക്കുകൾ വെച്ചിട്ടുള്ള ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫർഗാന റീജിയന്റെ നമ്മുടെ ടോട്ടലായിട്ടുള്ള വലിപ്പം എടുക്കുകയാണ് എങ്കിൽ ഫർഗാന റീജിയൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 7,005 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. 7,005 സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 83 കിലോമീറ്റേഴ്സ് റേഡിയസിലുള്ള ഒരു റീജിയൻ ആണ് ഫർഗാന റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഫർഗാന റീജിയനിൽ നമുക്ക് ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 45% ആൾക്കാർ റൂറലിൽ ജീവിക്കുകയും ഗ്രാമങ്ങളിൽ ജീവിക്കുകയും അത് കഴിഞ്ഞിട്ട് ഏകദേശം 55% ആൾക്കാരെന്ന് പറഞ്ഞാൽ സിറ്റീസിൽ ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. സോ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തഷ്കന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റി പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ അല്ല റീജിയൻ എന്ന് പറഞ്ഞാൽ ഫർഗാന തന്നെയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സമർഖണ്ഡ് എന്ന് പറയുന്ന സിറ്റിയാണ്. ഓക്കെ, സോ സമർഖണ്ഡ് കേസിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഖാര കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കൂടിയ ജിയോഗ്രാഫിക്കലി അടുത്ത ഏറ്റവും വലിപ്പം കൂടിയ ഒരു റീജിയനാണ് നമ്മുടെ സമർഖണ്ഡ് എന്ന് പറയുന്നത്. സമർഖണ്ഡിലെ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു 40 lakh ആണ് നമുക്ക് എന്ത് വരുന്നത് സമർഖണ്ഡിന്റെ ടോട്ടൽ പോപ്പുലേഷൻ വരുന്നത്. ഏകദേശം 16,773 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് എന്ത് വരുന്നത് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. ഓക്കെ, അത് നമ്മളിപ്പോ എന്ത് ചെയ്തു ഒരു സ്ക്വയർ കിലോമീറ്റർ എന്നുള്ള ഒരു റേഡിയസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 129 കിലോമീറ്റർ റേഡിയസിലാണ് എന്തുള്ളത് ടോട്ടൽ ആൾക്കാരുള്ളത്. അവിടെ 63% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് വില്ലേജുകളിൽ ജീവിക്കുകയും സിറ്റിയിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം 37% ആൾക്കാരാണ് അവിടെ ടോട്ടലായിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ 2 മെഡിക്കൽ കോളേജസ് ആണ്. ഓക്കെ, അപ്പോ ഇന്ന് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഈ ഒരു 5 മെഡിക്കൽ കോളേജസിന്റെ ഒരു ജിയോഗ്രാഫിയാണ് നമ്മൾ നോക്കിയില്ലേ. ആ ഒരു ഏരിയ എത്ര വലിയ ഏരിയ ആണ്, അത് കൂടാണ്ട് അവിടെ എത്രത്തോളം ആൾക്കാർ അധിവസിക്കുന്നുണ്ട്, ദെൻ അവിടെ എത്ര മെഡിക്കൽ കോളേജസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇപ്പം പോപ്പുലേഷൻ ഡെൻസിറ്റിയും നമുക്ക് കിട്ടുന്ന പേഷ്യൻസും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഷ്കന്റ് തന്നെയാണ്. തഷ്കന്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആന്റിജാൻ വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാനയാണ്. ഓക്കെ, സോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യന്റ് പൊട്ടൻഷ്യാലിറ്റി കൂടത്തുള്ളൂ. ഇതിൽ നമ്മൾ ഈ ഒരു ബുഖാര എന്ന് പറഞ്ഞ ഒരു റീജിയൻ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ വെറും 44 ആൾക്കാരാണ് താമസിക്കുന്നത്. അതായത് ബുഖാര എന്ന് പറയുന്ന റീജിയൻ വളരെ വലിയ റീജിയൻ ആണ്. ഏകദേശം ബുഖാര റീജിയൻ നമ്മുടെ കേരളത്തിന്റെ അത്രയോളം വലിപ്പമുള്ളതും അതിന്റെ ഏകദേശം ഒരു 60 മുതൽ 70% വരെ മരുഭൂമിയൊക്കെ ഉള്ള ഒരു റീജിയനാണ് ബുഖാര എന്ന് പറയുന്നത്. അവിടെ
ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ആകെ 44 പേരാണ് താമസിക്കുന്നത്. മനസ്സിലായി, അത്രയേറെ വിജനമായ സ്ഥലങ്ങളുള്ള ഒരു ഏരിയയാണ്. അത് കൂടാണ്ട് പിന്നെ സമർഖണ്ഡിലോട്ട് വരുന്ന സമയത്തായാലും സമർഖണ്ഡിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറവാണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഏകദേശം 218 പേരൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സ്റ്റുഡൻസിന് എന്തായാലും പ്രോപ്പറായിട്ട് പേഷ്യൻസോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും കിട്ടാനായിട്ട് പോകുന്നില്ല. 100% പോപ്പുലേഷൻ ഡെൻസിറ്റി ഇല്ലെങ്കിൽ പേഷ്യൻസ് കിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കേരളം എടുക്കുകയാണെങ്കിൽ നമുക്ക് വയനാട് കിട്ടുന്ന പേഷ്യൻസും അത് കൂടാണ്ട് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ ഉള്ള ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ കിട്ടുന്ന പേഷ്യൻസിന്റെ നമ്പറായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ ആ ഒരു വലിയ വിസ്തൃതിയുള്ള ഏരിയയിൽ അത്രയേറെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പേഷ്യൻസിനെ കിട്ടാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 2 മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യം പ്രോപ്പർലി ചിന്തിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഇനി പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റൂറൽ പോപ്പുലേഷനും അർബൻ പോപ്പുലേഷനും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള 5 സിറ്റീസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു അർബൻ പോപ്പുലേഷൻ, അതായത് സിറ്റി പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ താഷ്കന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാനയാണ്. ഓക്കെ, പിന്നെ ആൻഡിജാനിൽ നമ്മൾ സിറ്റി പോപ്പുലേഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30, പിന്നെ ബുഖാരയിൽ 37, അതുപോലെ സമർഖണ്ഡിൽ 37 ഓക്കെ, അപ്പൊ ഈ ഒരു ടോട്ടൽ പോപ്പുലേഷന്റെ 70% എവിടെയുള്ളത്? തഷ്കന്റിലുള്ള. പക്ഷെ തഷ്കന്റിന്റെ അടുത്തുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഇപ്പൊ കറന്റ്ലി 3 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും 6 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പൊ ഈ ഒരു 30 ലക്ഷം പോപ്പുലേഷൻ ഡിവൈഡ് ആയിട്ട് പല പല ഹോസ്പിറ്റൽസിലായിട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തഷ്കന്റിലുള്ള എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾക്കും നല്ല പോലെ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. മേ ബി അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം കറന്റിൽ എന്ത് ചെയ്തിരിക്കുന്നത് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെയും പീഡിയാട്രിക്കിനെയും ദന്തലിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പുതിയ കോളേജ് ഉണ്ടാക്കാനുള്ള ഒരു പ്രപ്പോസലോട്ട് ഗവൺമെന്റ് ഒക്കെ പോയേക്കുന്നത്. ബിക്കോസ് സ്റ്റുഡൻസിന് പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽസ് കിട്ടാത്തതായിരിക്കാം പ്രശ്നം. ഓക്കെ, അതായത് ഒരു 30 ലക്ഷത്തിന്റെ 70% എന്ന് പറയുമ്പോൾ ഏകദേശം 21 ലക്ഷം പേര് അവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 21 ലക്ഷം പേര് ഈ ഒരു 10 മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ 9 മെഡിക്കൽ കോളേജിലോട്ട് സ്പിരിറ്റ് ആവുമെന്ന് പറഞ്ഞാൽ നോർമലി പേഷ്യൻസിന്റെ റേഷ്യോ വരും. അപ്പൊ അത് തന്നെ ആയിരിക്കാം 3 കോളേജുകളെയും ചേർത്തുകൊണ്ട് പുതിയൊരു മെഡിക്കൽ കോളേജ് ഫോം ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിലോട്ട് ഗവൺമെന്റിനെ എത്തിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ആന്റിജാന്റെ കേസ് എടുക്കുന്ന സമയത്ത് ആന്റിജാന്റെ ഒരു ടോട്ടൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ 65 കിലോമീറ്റർ ആണ് ടോട്ടൽ റേഡിയസ്. ടോട്ടലായിട്ട് 32 ലക്ഷം ആൾക്കാർ താമസിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പോപ്പുലേഷൻ ഉള്ള ഒരു റീജിയൻ ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്രാമങ്ങളിലാണ് 70% ആൾക്കാർ ജീവിക്കുന്നത്. അർബൻ പോപ്പുലേഷൻ 30% ഉള്ളൂ. അർബൻ പോപ്പുലേഷൻ 30% എന്ന് പറഞ്ഞാൽ ഏകദേശം ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം പേരാണ് എന്ത് ചെയ്യുന്നത് സിറ്റീസിൽ താമസിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർക്ക് 40-50 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ നമുക്ക് 2 മെഡിക്കൽ കോളേജസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു ഏകദേശം ഒരു മെഡിക്കൽ കോളേജിൽ ഒരു 4 അല്ലെങ്കിൽ 5 ലക്ഷം പോപ്പുലേഷൻ എന്ന രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആവറേജ് പേഷ്യൻസ് ആയിരിക്കും നമുക്ക് എന്തായാലും ആന്റിജാനിൽ ലഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ബുഖാരയുടെ കേസ് എടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ബുഖാരയുടെ ഒരു റീജിയന്റെ ടോട്ടൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ 204 കിലോമീറ്റർ റേഡിയസിലുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല അവിടെ 20 ലക്ഷം ആൾക്കാരാണ്. അതിൽ 37% ആൾക്കാർ മാത്രമാണ് അർബൻ പോപ്പുലേഷൻ ഉള്ളത്. ഓക്കെ, സോ 37% എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 ലക്ഷം ആൾക്കാരൊക്കെ ഉള്ളൂ അർബൻ പോപ്പുലേഷൻ ഉള്ളത്. അവിടെ തന്നെ 4 മെഡിക്കൽ കോളേജസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കിട്ടുന്ന ക്ലിനിക്കൽസ് വളരെ വളരെ മോശമായിരിക്കും. ബിക്കോസ് എസ്പെഷ്യലി നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ജസ്റ്റ് 44 പേരാണ് എന്തുള്ളത് താമസിക്കുന്നത്. അപ്പം ഇത്രയേറെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് പേഷ്യൻസ് കിട്ടുമെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. ഇനി നമ്മൾ ഫർഗാനയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫർഗാന 83 കിലോമീറ്റർ റേഡിയസിൽ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 40 ലാഖാണ് ടോട്ടൽ ആയിട്ടുള്ള പോപ്പുലേഷൻ വരുന്നത്. 40 ലക്ഷം പോപ്പുലേഷൻ വരുന്നുണ്ട്. ദെൻ നമ്മൾ അതിനകത്ത് റൂറൽ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അറൌണ്ട് 45%, അത് കൂടാണ്ട് അർബൻ പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് 55% ആണ്. അതായത് സിറ്റിയിൽ ഏകദേശം 55% ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതായത് ഏകദേശം 40 ലക്ഷത്തിൽ ഏകദേശം 22 ലക്ഷത്തോളം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് സിറ്റി പോപ്പുലേഷൻ ആണ് എന്ന് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടതുമാണ്. ഓക്കെ, സോ 22 ലക്ഷം ആൾക്കാരുള്ള ഫർഗാനിൽ ടോട്ടൽ 2 മെഡിക്കൽ കോളേജസ് ആണുള്ളത്. ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഏകദേശം എന്തുണ്ട് 3,60,00,000 പോപ്പുലേഷനും ഉണ്ട്. ഏകദേശം 13 മെഡിക്കൽ കോളേജ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യാലിറ്റിയിൽ നമുക്കൊരു പേഷ്യന്റ് ഫ്ലോ എന്തായാലും ഫർഗാനയിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. കാര്യം അർബൻ പോപ്പുലേഷൻ നല്ല പോലെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ സമർഖണ്ഡിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 129 കിലോമീറ്റർ റേഡിയസ് ആണ്. സെയിം ഇപ്പോ ഫർഗാന റീജിയനിലും സമർഖണ്ഡ് റീജിയനിലും സെയിം ആണ് പോപ്പുലേഷൻ. 40 ലക്ഷമാണ് പോപ്പുലേഷൻ വരുന്നത്. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ ഒരു 37% എന്തുള്ളത് അർബൻ പോപ്പുലേഷൻ ഉള്ളത്. ഓക്കെ,
നമ്മൾ ഫർഗാനയുടെ കേസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫർഗാനയുടെ അർബൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അറൌണ്ട് എന്തുണ്ട് 55% ആണ് എന്താണ് അർബൻ പോപ്പുലേഷൻ ഉള്ളത്. ഏകദേശം 45% മാത്രമേ എന്തുള്ളൂ അവിടെ റൂറൽ പോപ്പുലേഷൻ ഉള്ളൂ. ഓക്കെ, സോ അതേ കേസ് നമ്മളിപ്പോ സമർഖണ്ഡ് കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സമർഖണ്ഡില് ഏകദേശം എന്താണ് 67% ആൾക്കാരും എന്ത് ചെയ്യുന്നു, 67 അല്ല 63% ആൾക്കാരും റൂറൽ ആയിട്ടുള്ള ഏരിയ, അതായത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സെയിം പോപ്പുലേഷൻ ആണ് എന്ന് പറയുന്നത് കൊണ്ട് എന്തായാലും എന്താണ് ഈ സിറ്റികളിൽ ഇരിക്കുന്ന മെഡിക്കൽ കോളേജുകൾക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് കിട്ടാനായിട്ട് പോകുന്നില്ല, ക്ലിനിക്കൽസ് കിട്ടാനേ പോകുന്നില്ല. ഓക്കെ, ടോട്ടൽ 40 ലക്ഷം പോപ്പുലേഷൻ ഉണ്ട്. അതിൽ 30% നമുക്ക് അർബൻ പോപ്പുലേഷൻ, 37% അർബൻ പോപ്പുലേഷൻ. അത് 40 കൂട്ടിയാൽ പോലെ ഏകദേശം 8 ലക്ഷം ഒക്കെ എന്ത് വരുന്നുള്ളൂ നമുക്ക് ടോട്ടലായിട്ട് സിറ്റിയിലുള്ള ക്രൗഡ് വരുന്നുള്ളൂ. ഓക്കെ, സോ 2 മെഡിക്കൽ കോളേജ് ആണുള്ളത്. അപ്പൊ ഇത് സ്പ്ലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഗവൺമെന്റും പ്രൈവറ്റ് ആയിട്ട് 2 കോളേജസ് ഉണ്ട്. അപ്പൊ ഇത് സ്പ്ലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ നോർമലി ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആന്റിജാനൊക്കെ ലഭിക്കുന്ന ആ ഒരു ലെവലിലുള്ള എന്താണ് ഒരു ക്ലിനിക്കൽസ് ആയിരിക്കും നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇന്നിപ്പോ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുത്തിട്ട് അവിടെയുള്ള ടോട്ടൽ ആയിട്ടുള്ള എന്താണ് പോപ്പുലേഷൻ, അത് കൂടാണ്ട് ആ ഒരു റീജിയന്റെ വലിപ്പം, ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി, ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താണ് ആൾക്കാർ ജീവിക്കുകയും അത് കൂടാണ്ട് ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ അവൈലബിൾ ഉള്ളതുമായ ഫർഗാനയിൽ തന്നെ ആയിരിക്കും സ്റ്റുഡൻസിന് എന്ത് കിട്ടാൻ പോകുന്നത്, ഏറ്റവും മികച്ച ക്ലിനിക്കൽസ് ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് പോകുന്നത്. ബിക്കോസ് ഈ പറയുന്ന അഞ്ച് എന്താണ് സിറ്റീസിലും ഉസ്ബെക്കിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആയിട്ടുള്ള സിറ്റീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിറ്റീസിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഫെസിലിറ്റിയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം വരുന്ന ക്ലിനിക്കൽസ് എങ്ങനെയാണ് എന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫർഗാന എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. ബിക്കോസ് ഇത്രയേറെ എന്താണ് ക്ലിനിക്കൽ സപ്പോർട്ട് കിട്ടുന്ന വേറൊരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഏത് യൂണിവേഴ്സിറ്റിയിലായിരിക്കും നമുക്ക് നല്ല ക്ലിനിക്കൽസ് ലഭിക്കുക എന്ന കാര്യമൊക്കെ പ്രോപ്പർലി പഠിച്ചിട്ട് മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. അപ്പോൾ വിദേശ MBBS പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.